ജെയ്സൺ ചാമവളപ്പിൽ. അല്പസമയത്തിനുള്ളിൽ നമ്മളുടെ ഭാവഗായകൻ, നമ്മുടെ പ്രിയപ്പെട്ട പി ജയചന്ദ്രൻ്റെ ഭൗതിക ശരീരം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് എത്തിക്കും. പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വിവരങ്ങളുമായി അമല ആശുപത്രിയിൽ നിന്ന് ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ, ഇപ്പോൾ ഭൗതിക ശരീരം പുറത്തേക്ക് എത്തിക്കുകയാണോ? അരുൺകുമാർ ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളുമൊക്കെ ഇപ്പോൾ മോർച്ചറിക്ക് അകത്തേക്ക് കടന്നിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മോർച്ചറിക്കകത്തേക്ക് കടന്ന് അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ പൂങ്കുന്നത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തും. അവിടെയാണ് പിന്നീട് പൊതുദർശനം നടക്കുക. ഇപ്പോൾ ഇന്നലെ ധരിപ്പിച്ചിരുന്ന വസ്ത്രം മാറ്റുന്ന ഇതിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. വസ്ത്രം മാറ്റിയ ശേഷം ഉടൻ തന്നെ പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളെല്ലാം ഇപ്പോൾ അകത്തേക്ക് പോയിരിക്കുന്നത്. ഇന്ന് ഉച്ചവരെ രാവിലെ വീട്ടിലും പിന്നീട് കേരള സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലും പൊതുദർശനത്തിന് വെച്ച ശേഷം വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരും. ശേഷം നാളെ മാത്രമേ അദ്ദേഹത്തെ പറവൂരിലേക്ക് കൊണ്ടുപോകും. ജെയ്സൺ, ഇന്നിപ്പോൾ പൊതുദർശനത്തിന് വെച്ച് നാളെ മാത്രമേ സംസ്കാര ചടങ്ങുള്ളൂ. ആരെങ്കിലും പുറത്തുനിന്ന് മറ്റോ വരാനുണ്ടോ? അങ്ങനെ അതുകൊണ്ടാണോ നാളത്തേക്ക് വേണ്ടി കാത്തുവെക്കുന്നത്? സാങ്കേതികമായൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന കാര്യം ഇന്നലെ ആലോചിച്ചതാണ്. പക്ഷേ ഈ പാലിയത്ത് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീട്ടുവളപ്പ് എന്ന് പറയുന്നത് അമ്പലങ്ങൾ കൂടി ഉൾപ്പെടുന്ന വീടുവളപ്പാണ്. ആ പാലിയത്ത് കൊട്ടാരത്തിൻ്റെ വീട്ടുവളപ്പിൽ അമ്പലങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ 5 മണിക്ക് മുൻപ് സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നതാണ് അവിടെ സ്വാഭാവികമായി നടത്തേണ്ടതുണ്ട്. അത് ഇവിടെ നിന്ന് മൃതദേഹം അവിടേക്ക് എത്തുന്നത് വൈകുകയും അതിനുശേഷം അത്തരത്തിൽ ഒരു ഡിലേ ഉണ്ടായാൽ അത് സാധ്യമാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്കാര ചടങ്ങ് നാളേക്ക് മാറ്റിയത്. ഇവിടെ ഉച്ച 12:30 എന്ന് പറഞ്ഞാൽ അത് 12:30 വിട്ടുപോകാം, 1 മണി 1:30 ആകാം. 1:30 ശേഷം ഇവിടെ നിന്ന് പറവൂരിലെ ചേന്നമംഗലത്തെ പാലിയത്ത് വീട്ടുവളപ്പിലെത്തിയാൽ അവിടേക്ക് സംസ്കാര ചടങ്ങ് കൊണ്ടുപോയാലും 5 മണിക്ക് മുൻപ് ചടങ്ങുകൾ, അതായത് സംസ്കാരത്തിന് മുൻപുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന ഒരു അഭിപ്രായം പൊതുവെ ഉയർന്നു വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നാളേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. സ്വാഭാവികം തൃശ്ശൂരാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. ആ തൃശ്ശൂർ നിന്ന് പ്രവർത്തിക്കുമ്പോൾ തന്നെ നിരവധി ആളുകൾ, അതുപോലെ തന്നെ നിരവധി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളുകളുണ്ട്, നാട്ടുകാരുണ്ട്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിൽപ്പെട്ടവരെ എല്ലാം വന്ന് കാണുന്നുള്ള സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ സൗകര്യം ഒരുക്കുമ്പോൾ സമയം നീണ്ടുപോകാനായിട്ടുള്ള പൊതുദർശന സമയം നീണ്ടുപോകാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് വൈകിട്ട് നടത്തേണ്ടതില്ല. അത്രയും വൈകി ഇവിടെ നിന്ന് പോയാൽ പിന്നീട് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെ എത്താൻ കഴിയില്ല എന്ന ഒരു സ്ഥിതി വന്നത്. അത്തരത്തിൽ ആ പശ്ചാത്തലത്തിൽ വീണ്ടും മാറ്റുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ജയരാജ് വാര്യരും അതുപോലെ VS സുനിൽകുമാറും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മോർച്ചറിക്ക് അകത്തേക്ക് പോയിട്ടുണ്ട്. അവരെല്ലാവരും ഇന്നലെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നിരവധി പേരാണ് ഇന്നലെ തന്നെ. എനിക്കൊരു വീട്ടിലേക്കായിരിക്കും ചലച്ചിത്ര ലോകത്തെ പ്രമുഖരൊക്കെ എത്തുക, അതല്ലെങ്കിൽ സംഗീത നാടക അക്കാദമിയുടെ ഹാളിലായിരിക്കും, തിയേറ്ററിലായിരിക്കും ഉണ്ടാവുക. പൊതുദർശനത്തിന് വയ്ക്കുമ്പോഴായിരിക്കും പ്രമുഖരൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് പേർ പി ജയചന്ദ്രനെ സ്നേഹിച്ച മനുഷ്യരുണ്ട്. തൃശ്ശൂരാണെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ശരി, ആ ഗാനത്തിൻ്റെ ആരാധകരായി തീർന്ന ഒട്ടേറെ മനുഷ്യരാണ്. കാലവും ലോകവും കാതോർത്തിരുന്ന ഒരുപിടി ഗാനങ്ങളാണല്ലോ വ്യത്യസ്ത ഭാവങ്ങളിൽ പി ജയചന്ദ്രനിൽ നിന്ന് നമ്മൾ കേട്ടതും.